നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ നടന്ന ബോധവൽക്കരണ റാലി ഡോക്ടർ സുബിത റോസ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുല്ലങ്കോട് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് 81 രൂപയുടെ കൂലി വർധനവ്. വേതന പരിഷ്കരണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് നിരാശ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും തൊഴിലാളി നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് കൂലി വർധനവ് പ്രഖ്യാപിച്ചത്. കരുവാരക്കുണ്ടിൽ CPM സഹായിക്കുന്നത് ഭൂമാഫിയയെയും മുസ്ലിം ലീഗിനെയുമെന്ന് മുൻ പ്രവർത്തകരായ OP ഇസ്മായിലും വിജയനും. ഇരുവരും ലോക്കൽ സമ്മേളനത്തോടെയാണ് പാർട്ടി വിട്ടത്. വാർത്തകൾ വിശദമായി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരവും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. കവളമുക്കട്ട വിശ്വപ്രഭ ലൈബ്രറിയും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഡിസംബർ 1 നമ്മൾ ചെയ്തത് ഒരു തുടക്കമാവട്ടെ. കാരണം ഇനി ഒരുപാട് ദിനങ്ങൾ നമുക്ക് ഓരോ വർഷവും ഉണ്ട്. അതുപോലെ തന്നെ മാർച്ച് 24 TV ദിനം, മെയ് 31 നോ ടൊബാക്കോ ഡേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യുവജനങ്ങളുടെ, പ്രത്യേകിച്ചും യങ് ബ്ലഡ്സിൻ്റെ കോപ്പറേഷൻ വളരെ ആവശ്യമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങളുടെ ഇതൊരു തുടക്കമായി ഞാൻ കാണുകയാണ്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ PHCയിലൂടെ, നിങ്ങളിലൂടെ ഈ നാട്ടിൽ നടക്കട്ടെ. പക്ഷെ ഒരു ഭാഗ്യമുള്ള ഒരു വശം എന്താ വെച്ചാൽ തുടക്കം മുതലേ നാഷണൽ അല്ലെങ്കിൽ ലോകതലത്തിൽ ഒരു സപ്പോർട്ടുള്ള ഒരു അസുഖമാണിത്. അസുഖബാധിതർക്കായി ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. അതിനായി ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളവരെ ഹയർ സെന്റർ മെഡിക്കൽ കോളേജിലേക്ക് അവർക്ക് സൗജന്യമായി ചികിത്സ കിട്ടുന്നുണ്ട്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കവളമുക്കട്ട വിശ്വപ്രഭ ലൈബ്രറിയും മലപ്പുറം നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബൈക്ക് റാലിയും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചത്. ബൈക്ക് റാലിയിൽ 30ഓളം യുവാക്കൾ പങ്കെടുത്തു. റാലി അമരമ്പലം പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ ഡോക്ടർ സുബിത റോസ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ V മുഹമ്മദ് അലി, TA മുഹമ്മദ് കുഞ്ഞി, E വിശ്വനാഥൻ, MV പ്രഭാകരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങുകൾക്ക് V ഷംസുദ്ദീൻ, P ശ്രീനി, K സുനിൽ, VK രജനി, K ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സ്വകാര്യ വ്യക്തി പറമ്പിൽ മണ്ണിട്ടതിനെ തുടർന്ന് കൃഷിയിടത്തിലെ വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്ന് പരാതി. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് വലിയ പീടിയേക്കൽ ഹുസൻകുട്ടി. പാലാങ്കര LP സ്കൂളിന് സമീപത്ത് താരതമ്യേന ഉയർന്ന സ്ഥലത്താണ് പഴമ്പള്ളി പൊടിയന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻതോട്ടം. അദ്ദേഹം തന്റെ പറമ്പിലും തോടുകളിലും മണ്ണിട്ട് നിറച്ചതോടെ അദ്ദേഹത്തിന്റെ സ്ഥലത്തെ കാനയിലും മറ്റും നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന വെള്ളം ഇപ്പോൾ വലിയ വീടിയേക്കൽ ഹുസൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോവാത്തതിനെ തുടർന്ന് കൃഷികൾക്ക് നാശനഷ്ടമുണ്ടാവുമെന്നും പ്രദേശത്തെ മറ്റു കർഷകർക്കും ഇത്തരം വെള്ളക്കെട്ട് കൊണ്ട് ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും ഹുസൻകുട്ടി പറയുന്നു. വെള്ളം പോകാതെ ഇപ്പോൾ ആ ഭാഗത്ത് തെങ്ങും ഏകദേശം ഒരു 20 ഏക്കറോളം സ്ഥലം 11 ആളെ പേരിലാണ്. ആ ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ ഇപ്പം തെങ്ങും കവുങ്ങും ഒക്കെ വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാൻ, ഇതിന് പരിഹാരമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കൃഷിഭവനിലും പരാതി കൊടുത്തിട്ടുണ്ട്, RDOക്ക് പരാതി കൊടുത്ത്, കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ നിലമ്പൂർ തഹസിൽദാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിലാരെങ്കിലും എല്ലാവരും അവിടെ കൂടിയിട്ട് ഇതിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സ്ഥലമുടമയായ പഴമ്പള്ളി പൊടിയനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും ഇതിന് ഫലം കാണുന്നതിനായി പഞ്ചായത്ത് റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹുസൻകുട്ടി പറഞ്ഞു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിനുള്ള വാഹന ധനശേഖരണാർത്ഥം ജനകീയ വികസന സമിതി സംഘടിപ്പിച്ച ഇശൽ വിരുന്ന് 2011 വിജയിച്ചു. ജനപങ്കാളിത്തത്തോടെ വിദ്യാലയത്തിന് 4.5 ലക്ഷം രൂപ ലഭിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയത്തിന് വേണ്ടി കരുവാരക്കുണ്ട് ഒന്നടങ്കമാണ് മുന്നിട്ടിറങ്ങിയത്. രാഷ്ട്രീയം നോക്കാതെയാണ് രക്ഷിതാക്കൾ വിദ്യാലയത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. നവംബർ 27 നടന്ന ഇശൽ വിരുന്നിൽ 3,25,000 രൂപ സമാഹരിക്കാൻ കൂട്ടായ്മയ്ക്കായി. ഇശൽ വിരുന്ന് 2011 പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾക്ക് 2 ലക്ഷത്തിൽ പരം രൂപ ലാഭം ഉണ്ടാകുകയും വാഹനം സ്കൂളിൽ സ്വന്തമാക്കാൻ കഴിയിച്ചു. ഈ നാട്ടിലെ യുവാക്കളുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണം ഈ പരിപാടിക്കുണ്ടായി. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുത, സാധാരണ
ഗാനമേളയോടൊക്കെ അനുബന്ധിച്ച് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. എന്നാൽ ഇവിടെ മാതൃകാപരമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ പരിപാടിയിൽ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വാഹനം വാങ്ങുന്നതിന് വേണ്ടി 4,80,000 രൂപ മൊത്തമായി സമാഹരിച്ചു. ഇതിൽ 3,25,000 രൂപ വിദ്യാലയത്തിന് ചെലവ് കഴിഞ്ഞ് ലഭിച്ചതായി പ്രധാനാധ്യാപകൻ ജെയിംസ് മാസ്റ്റർ പറഞ്ഞു. ഫണ്ട് ശേഖരണത്തിന് പല മേഖലയിലുള്ളവരുടെയും സഹായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഇവരോടുള്ള നന്ദിയും കടപ്പാടും ഇവർ മറച്ചുവെക്കുന്നില്ല. പൂക്കോട്ടുംപാടം ശ്രീ വില്ലൂത്ത് ക്ഷേത്രത്തിൽ നടത്തിയ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്നു നടന്ന അവഭൃത സ്നാനത്തോടെയാണ് യജ്ഞം സമാപിച്ചത്. വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂജാവിധിയെ പറ്റി വർണ്ണിച്ചതിന് ശേഷം പിന്നീട് ജ്ഞാനയോഗത്തെ ഒന്നുകൂടി വർണ്ണിച്ചു. ഉദ്ധവരെ ഭഗവാൻ ബദരിയിലേക്ക് ഉടനെക്കാണ് ചെയ്തത്. ഉദ്ധവര് ഭഗവാനെ കൊണ്ട് നമസ്കരിച്ചു. ഉദ്ധവ ഇനി അങ്ങ് ബദരിയിൽ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതോകിൽ പ്രപന്ന മനുഷാദിമ യഥാർത്ഥ ചരണാംബോധ രവിസ്യാൽ അനവായിനിയായിരിക്കുന്ന ആ ഭക്തി എങ്ങനെയാണോ അടിയനുണ്ടാവുക അതുപോലെ അവിടുന്ന് ശാസിച്ച് അടിയുണ്ടാവും. ബ്രാഹ്മണ സാപത്യമുള്ളതായ നവംബർ 24-ാം തീയതി മുതലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത്. സമാപന ദിവസമായ ഇന്ന് ബ്രഹ്മോപദേശം, സ്വർഗാരോഹണം, കൽക്കി അവതാരം, പരീക്ഷിത് മുക്തി, ശ്രീമദ് ഭാഗവത ശ്രവണഫലം എന്നിവ നടന്നു. ക്ഷേത്രകുളത്തിലേക്ക് ആഘോഷപൂർവമായ ആറാട്ടെഴുന്നള്ളിപ്പും ഉണ്ടായി. അഭൂത സ്നാനത്തിന് ശേഷം ക്ഷേത്രത്തിൽ യജ്ഞസമർപ്പണം നടന്നു. പാപമോചനം, മോക്ഷബലി എന്നിവയായിരുന്നു ഇന്നത്തെ ശ്രവണഫലം. തേൻ, പാൽ എന്നിവയായിരുന്നു പ്രധാന നിവേദ്യങ്ങൾ. തുടർന്ന് പ്രസാദ ഊട്ടോടുകൂടി പരിപാടികൾക്ക് സമാപനമായി. ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചതു മുതൽ അത്യപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. സപ്താഹം ശ്രവിക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. കല്ലായി വിഷ്ണു നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഉപാചാര്യനായി കേശവൻ ഭട്ടതിരിയും പൂജകനായി ശ്രീധരൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി VM ശിവപ്രസാദ് കാർമ്മികത്വം വഹിച്ചു. ഭാരവാഹികളായ ക്യാമ്പിൽ രവി, കളരിക്കൽ സുകുമാരൻ, PK വിനോദ്, V രവീന്ദ്രൻ, KS ചന്ദ്രശേഖരൻ, മറ്റത്തിൽ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പുതിയ ഡാം നിർമ്മിക്കുക, മുല്ലപ്പെരിയാർ ദുരന്തം ഒഴിവാക്കുക എന്ന ആവശ്യമുന്നയിച്ച് കൽക്കുളം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ധാർഷ്ട്യത്തെ കേരള ജനത ഒറ്റക്കെട്ടായി തോൽപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ദിവസക്കൂലിയിൽ 81 രൂപയുടെ വർധനവുണ്ടായിട്ടും വേതന പരിഷ്കരണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് അസംതൃപ്തി. റബ്ബർ തോട്ടം തൊഴിലാളികളുടെ 184 രൂപയുണ്ടായിരുന്ന കൂലി തോട്ടം ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ 265 രൂപയായി പുതുക്കി നിശ്ചയിച്ചു. വേതന പരിഷ്കരണത്തിൽ 300 രൂപയെങ്കിലും ലഭിക്കണമെന്നതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. വേതനം പരിഷ്കരിക്കുമ്പോൾ സാധാരണഗതിയിൽ ആഹ്ലാദ പ്രകടനങ്ങളും സർക്കാരിന് അഭിവാദ്യങ്ങളും അർപ്പിച്ചുമാണ് തൊഴിലാളികൾ ജോലിക്കിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ സമരം പിൻവലിച്ചതായി അറിയിക്കുക മാത്രമാണ് തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത്. ഒറ്റയടിക്ക് 81 രൂപയുടെ വർധനവുണ്ടായതിൽ വലിയ നേട്ടമൊന്നുമില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പരിഷ്കരിച്ച വേതന കരാർ 3 വർഷത്തേക്കുള്ളതാണ്. ജീവിതച്ചെലവ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിമിതമായ കൂലിക്ക് തൊഴിലെടുക്കുവാൻ പ്രയാസമാണെന്നും തൊഴിലാളികൾ പറയുന്നു. വേതന പരിഷ്കരണ കരാർ 2014 സെപ്റ്റംബർ വരെ നിലനിൽക്കും. നിർണിതമായ കൂലി തികയാതെ വരുമ്പോൾ പലരും തോട്ടം തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 3 ദിവസത്തെ സമരത്തിന് ശേഷം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് എസ്റ്റേറ്റ് തൊഴിലാളികൾ വ്യാഴാഴ്ച ജോലിക്കിറങ്ങി. ഭരണപക്ഷ അനുകൂല സംഘടനയിലെ തൊഴിലാളികൾ പോലും വേതന വർധനവിൽ സർക്കാരിനെ അഭിനന്ദിക്കാനോ ആഹ്ലാദ പ്രകടനം നടത്തുവാനോ തയ്യാറായിട്ടില്ല. ചെറുകിട തോട്ടം തൊഴിലാളികളെ അപേക്ഷിച്ച് സംഘടിത തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ കൂലി കുറവാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ചെറുകിട തോട്ടത്തിൽ ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യുമ്പോൾ 1 രൂപ 25 പൈസ മുതൽ 1 രൂപ 50 പൈസ വരെയാണ് കൂലി. 350 മരങ്ങളടങ്ങിയ ഒരു ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിക്ക് 1 രൂപ 25 പൈസ നിരക്കിൽ 437 രൂപ കൂലി ലഭിക്കും. വേതന പരിഷ്കരണത്തിൽ അർഹമായ ആനുകൂല്യം തന്നെയാണ് തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളതെന്നും ഒരു തൊഴിലാളികൾക്ക് ദിവസക്കൂലി വർധനവിൽ 81 രൂപയുടെ വർധനവ് ബാധ്യതയാണെന്നുമാണ് തോട്ടം ഉടമകൾ പറയുന്നത്. ചെറുകിട തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് കൂലിക്ക് പുറമെ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. സംഘടിത തോട്ടം മേഖലയിൽ DA, സൗജന്യ ചികിത്സ, വിവിധ ഭത്തകൾ ഉൾപ്പെടെ കൂലി പരിഗണിക്കുമ്പോൾ 400 രൂപയ്ക്ക് മുകളിൽ ഒരു തൊഴിലാളികളുടെ കൂലി വരുമെന്നും തോട്ടമുടമകൾ പറയുന്നു. റബ്ബറിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനകം വില 150 രൂപ വരെ എത്താനിടയുണ്ടെന്നും അങ്ങനെ വരുമ്പോൾ വേതന പരിഷ്കരണ കരാർ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും തോട്ടമുടമകൾ പറയുന്നു. തൊഴിലാളി പ്രതിനിധികളും തോട്ടം ഉടമ പ്രതിനിധികളും ഉൾപ്പെടെ ഉപസമിതി ചേർന്നാണ് ബുധനാഴ്ച വേതന പരിഷ്കരണ കരാർ അംഗീകരിച്ചത്.
മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ ഉപസമിതിയുമായി 7-ന് ചർച്ച നടത്തി മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. വേതനത്തിലുണ്ടായ മാറ്റത്തിന് ആനുപാതികമായി DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിലും മാറ്റമുണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കരുവാരക്കുണ്ട് വാക്കോടിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കരനെൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ ഭാഗമായിട്ട് കരുവാരൂർ ഗ്രാമപഞ്ചായത്തിൽ 1 ഏക്കർ സ്ഥലത്ത് കരനെൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് ഭക്ഷ്യസുരക്ഷ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ഹസൻ ഗോയ കുറയത്തിന്റെ സ്ഥലത്ത് ബാബുവാണ് കൃഷി നടത്തി പൊന്നു വിളയിച്ചത്. 1 ഏക്കർ വരുന്ന സ്ഥലത്താണ് കൃഷി നടത്തിയത്. പഞ്ചായത്തിൽ നെൽകർഷകർ വിരളമാണ്. കഴിഞ്ഞ വർഷം 2-3 കർഷകർ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ കൂടുതൽ കുറവ് വന്ന സാഹചര്യമാണ് ഉള്ളത്. കൃഷി ഓഫീസിന്റെ സഹകരണത്തോടെയാണ് കർഷകർ കൃഷിക്കിറങ്ങിയിട്ടുള്ളത്. പാടശേഖരങ്ങൾ പോലും നെൽകൃഷി ഇറക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കരനെൽ കൃഷിയുമായി രംഗത്ത് വന്ന കർഷകനെ ഒന്നടങ്കം പ്രശംസിച്ചു. 1 ഹെക്ടർ സ്ഥലത്തിന് 5000 രൂപ മാത്രമാണ് ഇവർക്ക് സബ്സിഡി ലഭിക്കുന്നത്. ദിവസം 7 പേരടങ്ങുന്ന സംഘമാണ് കൃഷി ചെയ്തത്. വാർഡംഗം CK സീനത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അഷ്റഫ്, കൃഷി ഓഫീസർ വിജയകുമാർ, ശശികുമാർ, സുധ, അലവി ഹാജി, CK അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ വാക്കോടിൻ്റെ പ്രദേശത്ത് ഇങ്ങനെ ഒരു മലമടക്കുകളിൽ കൃഷികൾ ചെയ്തു. വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവരും പ്രകാരമുള്ള കൃഷി ചെയ്യുക, അവരുടെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് പ്രകാരം ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാടിന് നന്മ വരട്ടെ എന്നുള്ള നിലകളിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഇതിയുടെ ഭാഗമായിട്ട് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി അനുസരിച്ചാണ് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ 2 ഹെക്ടർ സ്ഥലത്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പ് ആഘോഷമായിരുന്നു, ഉത്സവമായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത് ഗ്രാമപഞ്ചായത്ത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.